എണീക്കാൻ 4:30 അലാറം വെച്ച് 5:30 ഉറക്കണിക്കുന്ന എന്നെ പോലത്തെ ഏതെങ്കിലും മിടുക്കികളും മിടുക്കന്മാരും ഉണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉറക്കണിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓടി പിടിച്ച് അടുക്കളയിലോട്ട് പോവുകയാണ്. അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഇന്നലെ ഞാൻ പാത്രം കഴുകാതെ കിടന്നു എന്നുള്ള നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തും അവളെ പഠിപ്പിച്ചും അവളെ കൂടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ ഞാൻ പാത്രം കണ്ട് ഞെട്ടിപ്പോയി. എന്നാലും ഞാൻ പടയപ്പ സ്റ്റൈലിൽ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി. അതിന് മുന്നേ ഇച്ചിരി ചെറു ചൂടുവെള്ളമോ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ എന്നും സാമ്പാറാണ്, മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്നും കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ മോർണിംഗ്. അപ്പോൾ അവിടേക്കുള്ള അല്ലറ ചില്ലറ കറികളൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നും ഈ വീട്ടിൽ സാമ്പാറാണ് കേട്ടോ. ഇവിടെ ഒരു ക്ഷാമവും കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അൽഗുലത്ത് പണികളാണ് ഞാൻ. പിന്നെ അതിനുശേഷം അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടുണ്ടാക്കുവാണ്. അവളെ എത്രയും പെട്ടെന്ന് അവളെ എനിക്ക് സ്കൂളിലാക്കണം. അതിനിടയ്ക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ ഒരു നമ്പർ 1 കട്ടിംഗ് മെഷീനാണ് എൻ്റെ കെട്ടിയോൻ. ഈ വീട്ടിൽ ചോപ്പറൊക്കെ ഉണ്ട്, എന്നാൽ അത് അലമാര തന്നെ ഇരിക്കും. അപ്പം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുണ്ട് നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. ഈ വീടിൻ്റെ ടെറസ് കണ്ടോ, കാക്കകൾ എവിടെ നിന്നൊക്കെയോ ചിരട്ടകളുണ്ടെന്ന് ഈ വീടിൻ്റെ മേളിൽ ഡംപ് ചെയ്യും. പാവം ഈ വീട്ടുകാരോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. അടുത്ത ടാസ്ക് അല്ലുവിനോ അവളെ ഉണർത്തിയെടുക്കലാണ് ടാസ്ക് നമ്പർ 1. അതിനുശേഷം ഞാൻ ഇഷ്ടമില്ലാതെ വന്ന് തേങ്ങ തരുമെന്ന് കണ്ടില്ലേ? കാരണം എനിക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതിനിടയ്ക്ക് നല്ല അതിശക്തമായ മഴ പെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ തോരൻ റെഡിയായി, സാമ്പാർ റെഡിയായി, പുട്ടിനുള്ള ആവി വന്നു. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ട് മുട്ട ഓംപ്ലേറ്റ് അടിച്ചു. അവൾക്കാണെങ്കിൽ വെറും മുട്ട മതി, ഒരു ഉപ്പ് മാത്രം ഇട്ട് മതി. അപ്പോൾ ഇതെന്താണ് ഞാൻ വയറ്റുന്നത് വെച്ചാൽ കടയിലേക്കുള്ള ഗ്രേവിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അല്ലൂസിൻ്റെ പാല് മേടിക്കാനൊക്കെ ഈ മഴയത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജോലിയൊക്കെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. തലയിട്ട ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇടയ്ക്ക് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറുണ്ട്, തോരുണ്ട്, സാമ്പാറുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നൊക്കെ ഞാൻ ചോറ് കൊടുത്തിട്ടു. അവൾക്ക് ചോറാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടം. ദോശയൊക്കെ കൊടുത്തിടുമ്പോൾ ഭയങ്കര പിണക്കമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ധൃതി പിടിച്ച് എല്ലാം റെഡിയാക്കണം. ഒട്ടും സമയമില്ല. ഞാൻ അവളുടെ ഒരു ഉമ്മയ്ക്കൊക്കെ കിഞ്ചിട്ടാണ് അവൾ എനിക്ക് ഉമ്മ തരണം. കാരണം അവൾക്ക് ക്യാമറയ്ക്ക് മുന്നേ ഭയങ്കര നാണക്കേട്. അപ്പോൾ ഇത്രയുള്ള ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു ഉമ്മ.